ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ഉച്ച സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ, ഈ സന്തോഷമേറിയ ഈ നിമിഷത്തിൽ ഏനാത്ത് എഫ്രാത്ത ചർച്ച് ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സുവിശേഷ സന്ദേശയാത്ര വിവിധ സ്ഥലത്തു നിന്ന് നടത്തി വയല ജംഗ്ഷനിലും എത്തിച്ചേരുവാൻ ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കടകളിലും റോഡ് സൈഡിലും വീടുകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. 200 വർഷത്തെ ആധിപത്യത്തിന് ശേഷം രാഷ്ട്രം നേടിയ സ്വാതന്ത്ര്യത്തെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന് അറിയപ്പെടുന്നത്. അത് 1947 ഓഗസ്റ്റ് 15 ആ സ്വാതന്ത്ര്യദിനം നേടിയെടുക്കുവാൻ അനവധി സമര പോരാട്ടങ്ങളിൽ കൂടെ രാജ്യത്തിൻ്റെ മഹാന്മാരായിരിക്കുന്ന ഭഗത് സിംഗ്, അതുപോലെ മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, ഝാൻസി റാണി എന്നുവേണ്ട ഒട്ടനവധി സമര വീര സേനാനികളിൽ കൂടെ നമുക്കത് നമ്മുടെ രാജ്യത്തിന് അത് ലഭ്യമായി തീരുവാൻ ഇടയായി. അത് ഓരോ വർഷവും നാം അത് ആഘോഷിക്കുകയും ആ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുകയും ചെയ്യുകയാണ്. വിദേശാധിപത്യത്തിന്റെ കീഴിൽ നീണ്ട 2 നൂറ്റാണ്ട് അതിന്റെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യമില്ലാതെ കഴിഞ്ഞിരുന്ന നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. പ്രധാനമായും 3 വിധ കാര്യങ്ങൾക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഒന്നാമത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. സ്വന്തം നേതാക്കളിലൂടെയും ജനാധിപത്യ സ്ഥാപനങ്ങളിലൂടെയും നമുക്ക് സ്വയം ഭരിക്കാനുള്ള അവകാശമാണ് ഭാരതം നേടിയെടുത്തത്. മറ്റൊന്ന് പൗരസ്വാതന്ത്ര്യമാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ ചലന സ്വാതന്ത്ര്യം. ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുവാനും അത് സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം. മറ്റൊന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെ ആരുടെ നിർദ്ദേശങ്ങൾ കൂടാതെ പൊതുമാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ അത് ആശയവിനിമയം ചെയ്യുന്ന ആ സ്വാതന്ത്ര്യം നമുക്ക് നേടിയെടുക്കാൻ ഇടയായി. മൂന്നാമത് ദേശീയ പരമാധികാരമാണ്. നിയമം, അതുപോലെ സമ്പദ്ഘടന, പ്രതിരോധം, അതുപോലെ വിദേശ നയങ്ങളിൽ മറ്റാരുടെ നിയന്ത്രണങ്ങൾ കൂടാതെ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിച്ച് അതിന്റെ നിവർത്തിപഥത്തിൽ എത്തിക്കേണ്ടതിനുള്ള ആ മഹത്വരമായ ദേശീയ പരമാധികാരം ഇന്ത്യക്ക് ലഭ്യമാകുവാനിടയായി തീർന്നു. അത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്, എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇതിന്റെ പിന്നിൽ സമരസേനാനികൾ അനവധി പേർ ജീവൻ കൊടുത്തു, അനവധി പേർ വെള്ളക്കാരുടെ വെടിയുണ്ടയ്ക്ക് ഇരയായി തീർന്നു. അങ്ങനെയാണ് കഠിനാധ്വാനങ്ങളിൽ കൂടെ, നിരന്തര പ്രയത്നങ്ങളിൽ കൂടെയാണ് സ്വാതന്ത്ര്യം നാം നേടിയെടുക്കുവാനിടയായി തീർന്നത്. സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ വിപ്ലവത്തിന്റെ മാതാവായ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകന്മാരിൽ ഒരാളായിരിക്കുന്ന റൂസോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ അവൻ എല്ലായിടവും ചങ്ങലയിലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പിന്നെ അവൻ എല്ലായിടവും ചങ്ങലയിലാണ്. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആഘോഷിക്കുകയും അതിന്റെ നിമിഷത്തെപ്പറ്റി നന്നായി ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാലും നമുക്ക് ദിനം പ്രതി പത്രങ്ങളിൽ കൂടെ കാണുമ്പോൾ ഒട്ടനവധി മനസ്സിനെ ഭീതിപ്പെടുത്തുന്ന, നിരാശ ജനിപ്പിക്കുന്ന, സമൂഹത്തോട് പേടി തോന്നുന്ന, സഹോദരനോട് അല്ലെങ്കിൽ സ്നേഹിതനോട് പേടി തോന്നുന്ന അനുഭവത്തിലേക്ക്, സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ, സഹോദരങ്ങളുടെ ദുരന്ത അനുഭവങ്ങൾ കാണുമ്പോൾ, നിരന്തരം പത്രങ്ങളിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടഞ്ഞു വികസിക്കുകയാണ്. എവിടെ സ്വാതന്ത്ര്യം? വേണ്ടുമെന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും നഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട മതത്തെ അനുധാവനം ചെയ്യുന്നു, അനുഗമിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടുവാനിടയായിത്തീരുന്നു. ഇങ്ങനെ
നിരന്തരം പ്രശ്നകലുഷിതമായ ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ രാജ്യത്താണ് നാം ആയിരിക്കുന്നത്. മറ്റൊന്ന്, അനുഭവത്തിനേക്കാൾ ഇരട്ടി മാരക പ്രകടശേഷിയുള്ള ഒന്നാണ് ലഹരിയുടെ ആധിക്യം. നാടിനാപത്തായിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ അടിമത്വത്തിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഇന്ത്യയുടെ നട്ടല്ലായി തീർന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളെ ആ ലഹരിയുടെ പിടിയിൽ നിന്നും വിടുവിക്കുവാൻ, സ്വതന്ത്രമാക്കുവാനാണ് ഇപ്രകാരം ഇതുപോലെ ഓരോ ജംഗ്ഷനിലും പട്ടണങ്ങളിലും ഇതുപോലെ ഞങ്ങൾ ചെന്ന് ഇതുപോലെ ഓരോ സുവിശേഷ ബോധവൽക്കരണ സന്ദേശ പ്രോഗ്രാം നടത്തുന്നതും അനവധി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. സമരം ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതിന് തുനിയാതെ വണ്ണം ബോധവൽക്കരണം എന്നവണ്ണം നടത്തുവാൻ സർവകൃപാലുവായ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം നമുക്കുണ്ട് എങ്കിൽ തന്നെയും നമ്മുടെ യൗവന ജീവിതം, നാളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കൾ അനവധി പേർ മയക്കുമരുന്ന്, കഞ്ചാവ്, ഹാഷിഷ്, MDMA, ചരസ്, ഹെറോയിൻ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ട് വീടിനും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ലോകത്തിനും ഒക്കെ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ ഇപ്രകാരമുള്ള ഒരു വാക്ക്, ഇപ്രകാരമുള്ള ഒരു ബോധവൽക്കരണം അനവധി പേരുടെ ജീവിതത്തെ നേരെയുള്ള പാതയിലേക്ക്, ക്രിയാത്മകതയിലേക്ക്, അല്ലെങ്കിൽ രാജ്യം ആഗ്രഹിക്കുന്ന അളവിലേക്ക് കൊണ്ടുവന്നെത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കൃതാർത്ഥമായി ഓർക്കുകയാണ്. മയക്കുമരുന്ന് നിമിത്തം അനവധി സ്കൂളിൽ, അനവധി കോളേജുകളിൽ എന്നുവേണ്ട എല്ലാ മേഖലകളിലും ജനം വല്ലാത്ത വിമിഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭരണവും ആഭ്യന്തരവും പോലീസും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ കൂടെ യഥേഷ്ടം മയക്കുമരുന്നുകൾ വിപണനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആര് മറുപടി നൽകും? ആര് ഉത്തരം നൽകും? ആരോഗ്യവകുപ്പ് അതിൻ്റെതായിട്ടുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എക്സൈസ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇത് വർദ്ധിക്കുന്നതല്ലാതെ ഇത് ഒരു ശമനം ലഭിക്കാൻ ഇടയായി തീർന്നിട്ടില്ല. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്നതിൽ ഏറിയ പങ്കും ഒരുപക്ഷെ ഇതിലേക്ക് ഒന്നല്ലെങ്കിൽ മറ്റു വിധത്തിൽ പല കാര്യങ്ങൾക്കും അടിമയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടിവിച്ച, ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ച, അതിൽ നിന്ന് മോചനം തന്ന ഒരു വിമോചന ശാസ്ത്രമുണ്ട്. അതാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും സ്വതന്ത്രമായി ഇടപെടുവാനും കഴിയുന്നതിന്റെ പിന്നിൽ നമുക്കറിയാൻ കഴിയുന്നത് അവന് സ്വന്തമായിട്ട് ചിന്തിക്കാനൊരു അനുഭവം, കൂട്ടുകെട്ടിൽ നിന്നുള്ളൊരു വിമോചനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉള്ള ഒരു മോചനം ലഭ്യമാകണമെങ്കിൽ നിശ്ചയമായും സാക്ഷാത്തായ സ്വാതന്ത്ര്യം അവന് ലഭിക്കണം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാകും. വിശുദ്ധ വേദപുസ്തകം വിഭാവനം ചെയ്യുന്നത് സമരങ്ങളിൽ കൂടെയുള്ള, അല്ലെ കഷ്ടപ്പെട്ട സമരങ്ങളിൽ കൂടെയുള്ള ഒരു സ്വാതന്ത്ര്യമല്ല, പിന്നെയോ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് വിശുദ്ധ വേദപുസ്തകം വിഭാവനം ചെയ്യുന്നത്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ച് ദൈവത്തിന്റെ പിന്നാലെ, ദൈവത്തിലേക്ക് അനുഗമിക്കുക, ദൈവത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുക, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നത്. സാക്ഷാൽ സ്വാതന്ത്ര്യം അവിടെ നിന്നാണ് ലഭ്യമായി തീരുക. സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമുക്ക് നീതിയും സത്യത്തിലും അത് നമ്മെ നടത്തും. ഇരുളേത് വെളിച്ചമേത് തിരിച്ചറിയുവാനിടയായി തീരും. അധർമ്മമേത് സത്യമേത് എന്ന് തിരിച്ചറിയുവാനിടയായിത്തീരും. സമാധാനത്തിന്റെ പാത നമുക്ക് ലഭ്യമായി തരുന്ന തിരുവചനങ്ങൾ കൂടെ മാത്രമാണ്. ഇന്ന് ഏറിയ പങ്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനം, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും വിശുദ്ധ വേദപുസ്തകങ്ങളിൽ കൂടെയാണ്, വിശുദ്ധ തിരുവെഴുത്തിൽ കൂടെയാണ്. അത് ലഭ്യമായി തരുന്ന ജ്ഞാനത്തിന്റെ വാക്കുകൾ കൊണ്ടല്ല, പിന്നെയോ ആരെങ്കിലും നിർബന്ധപൂർവം ചാർത്തി തരുന്ന ഒന്നല്ല, പിന്നെയോ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. ഗലാത്യ ലേഖനം 5:1 പറയുന്നു,
സ്വാതന്ത്ര്യത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി, പിന്നെയും അതിൽ കുടുങ്ങിപ്പോകരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, യുവാക്കളെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഒരു വാക്ക് ഓർപ്പിക്കട്ടെ. മദ്യം, മയക്കുമരുന്ന്, മറ്റ് യാതൊന്നും നമുക്ക് വേണ്ടുന്ന സമാധാനം തരികയില്ല. അത് നമ്മളെ നിത്യമായ മരണത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടുവന്ന് എത്തിക്കും. ഈ കഴിഞ്ഞ ദിവസം കുളക്കട സ്കൂളിൽ മയക്കുമരുന്ന് അടിമയായി ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സമാധാനമില്ലാതെ പ്രശ്നങ്ങളിൽ കുടുങ്ങി എനത്താറ്റിൽ മുങ്ങി മരിക്കുവാനിടയായി തീർന്നു. അവൻ ആത്മഹത്യ ചെയ്തയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സ്കൂളിൽ വളരെ വിഷമസന്ധിയായ ഒരു പ്രശ്നമാണ് ആ സ്കൂളിൽ നേരിട്ടത്. സ്കൂളിന് അത് അപമാനമായി, കുട്ടികൾക്ക് അപമാനമായി. കാരണം എന്താണ്? വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ കുട്ടികൾ മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോയി. അത് പിന്നീട് വ്യാപാരം ചെയ്ത് പ്രശ്നങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് പോയി അവസാനം മരണത്തിൽ കലാശിക്കുകയായിരുന്നു. എന്താണ് ഇതിന് പിന്നിലെ ചതോവികാരം? ഇതിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്ന ദോഷവശങ്ങൾ ഒരുപാടുണ്ട്. അത് മാനസികമായും ശാരീരികമായും യുവാക്കളെ തളർത്തിക്കളയുന്നുണ്ട്. മറ്റൊന്ന്, ബന്ധങ്ങൾ നഷ്ടമായി പോകുന്നു. വിദ്യാഭ്യാസ മേഖലകളിൽ അവർ തളർന്നു പോകുന്നു. വീണ്ടും കയറി വരുവാൻ കഴിയാതെ അവർ നശിച്ചു പോകുന്നു. മറ്റൊന്ന്, ഒട്ടനവധി മാനസിക മെന്റൽ ഡിപ്രഷനിലേക്ക് അവരെ അതുകൊണ്ടൊന്ന് എത്തിക്കുന്നു. മറ്റൊന്ന്, ശാരീരികമായ രോഗത്തിനടിമയായി തീർന്നു. തലച്ചോറ്, കരൾ, ഹൃദയം എന്നുവേണ്ട എല്ലാ ശാരീരിക ആന്തരിക അവയവങ്ങളും നശിച്ചു പോവുകയാണ്. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസം, സകല കാര്യങ്ങളും ഇവിടെ വെച്ച് തന്നെ യൗവനത്തിലെ നശിച്ചു പോകുന്നു. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ മാനവ വിഭവങ്ങളാണ് യൗവനക്കാർ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ വിഭവമാണ് യുവാക്കൾ എന്ന് പറയുന്നത്. അവർ നാളത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ, ഉന്നതന്മാരായ അനവധി മേഖലകളിൽ വിരാജിക്കേണ്ടുന്നവരാണ്. അവർ രാജ്യത്തിന്റെ വക്താക്കളായി തീരേണ്ടവരാണ്. അവർ രാജ്യത്തിന്റെ പ്രതികളായി തീരേണ്ടതുമാണ്. അവർ രാജ്യത്തിന്റെ രാഷ്ട്രീയ മേഖലകളിൽ അതിന്റെ നേതാക്കന്മാരായി തീരേണ്ടുന്നവരാണ്. മറ്റൊന്ന്, അവർ വിവിധ തലങ്ങളിൽ, പൊസിഷനുകളിൽ, വിവിധ പദവികളിൽ അവർ ഏർപ്പെടേണ്ടവരാണ്. പക്ഷേ ഈ മദ്യവും മയക്കുമരുന്നും എല്ലാവിധവും ഈ ലഹരിയും ഒക്കെ അവരെ നാശത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. എന്നാൽ ഈ നിമിഷം ഞങ്ങൾക്ക് പറയാൻ ഒന്നുണ്ട്. ഈ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഈ ലഹരിയുടെ അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ ഒന്നുണ്ട്. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ വ്യക്തിയെ ഞങ്ങൾ, ആമേൻ, ആ മഹത്വരമായ ദൈവത്തെ ഞങ്ങൾ ഈ നിമിഷം പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന തിരിച്ചറിവ്, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ആ സർവശക്തനിൽ നിന്നാണ് ലഭ്യമായി തീർന്നത്. അവൻ ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു. അവൻ സകല ചരാചരങ്ങൾ സൃഷ്ടിച്ച ദൈവമാണ്. അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് സാക്ഷാൽ സ്വതന്ത്രമായി തീരുകയാണ്. പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങാതെ വണ്ണം ക്രിസ്തു യേശുവിൽ ഭയപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി, കർത്താവായി സ്വീകരിച്ചാൽ ഈ സമാധാനം യഥേഷ്ടം ആരുടെയും നിർബന്ധം കൂടാതെ സ്വയമായി അനുഭവിച്ച്, ആമേൻ, ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തമായ നിത്യ ജീവൻ അവർക്ക് പ്രാപിപ്പാൻ ഇടയാകും. ഞങ്ങളെ ശബ്ദം കേൾക്കുന്ന ഏവരെയും ആ നിത്യജീവനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വർഗീയ പിതാവായ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ഹാർദവമായി ക്ഷണിച്ചും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഭാഗത്തിൽ ഞാൻ വിരമിക്കുന്നു. കേട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.